ഹലോ നമസ്കാരം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ എന്തെങ്കിലും പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കംപ്രസറിൽ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബാങ്കോൻ്റെ ഹെഡ് ഗ്യാസ്കറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സീലൻ്റായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ലൗക്ടൈറ്റിൻ്റെ ഗ്രേ ബോണ്ടാണ്. കമ്പനിയുടെ ഇതും സീലൻ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില സമയത്ത് ഷോർട്ടേജ് വരുമ്പോൾ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്. അത് ഓരോ പ്രതലങ്ങൾക്കും ഓരോ സീലൻ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്ര ടെമ്പറേച്ചർ വരുന്ന സ്ഥലങ്ങളിൽ അതിനൊക്കെ ഓരോ കണക്കുകളുണ്ട്. പിന്നെ ഞാനിത് എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ എനിക്ക് തിയറിക്കലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് തിയറിക്കലായിട്ട് കാണുന്നവർ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു മോശക്കേടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും പറയാം. നമുക്ക് ഓരോ സൈഡിൽ ഉപയോഗിക്കേണ്ടത് നമുക്കൊരു യുക്തിയുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ കാണിച്ച പോലെ ഹെഡ് നമ്മൾ ഇറക്കുമ്പോൾ ഫ്രീ ആയിട്ട് വേണം ഇറങ്ങാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റായിട്ട് ഇറങ്ങരുത്. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുന്ന ട്യൂബുലർ നട്ടിൻ്റെ വാഷുകളൊക്കെ പഴയ ഡാമേജ് ആയിട്ട് ചടവൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വാഷുകൾ ഇടുക. പുതിയ വാഷ് ഇട്ടിട്ട് നമ്മൾ ഡെമ്മി ആയിട്ടൊന്ന് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫ്രീ ആയിട്ട് ഇറങ്ങി പോകും. ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പലതും പറയാത്തതെന്ന് വെച്ചാൽ എനിക്കൊരു പെരുന്തച്ചം കോംപ്ലക്സ് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഓരോ വണ്ടിയും ഓരോ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ ഒരു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വീഡിയോയിൽ കണ്ട കാര്യം മെത്തേഡ് വെച്ച് പുള്ളി എന്തോ ചെയ്തിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാര്യങ്ങൾക്കും ഓരോ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുമല്ല, ഞാനിതെല്ലാം ഇതിനകത്തും എനിക്ക് അതിനകത്ത് പറയാനൊരു കുറച്ചില്ല. തിയറിക്കലായിട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലോ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് എനിക്ക് ഫലിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇത് ടോർക്ക് റേഞ്ചിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ടോർക്ക് റേഞ്ചർ എൻ്റെ കയ്യിലുണ്ട്. ടോർക്ക് റേഞ്ചിൽ ടൈറ്റ് ചെയ്യുമ്പോൾ പഴയ വണ്ടികൾക്ക് ആദ്യം യൂസ് മെത്തേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ടോർക്ക് റേഞ്ചിൽ ടൈറ്റ്. പിന്നെ ഓരോ ബോൾട്ടിനും നമുക്ക് കൊടുക്കേണ്ട ആ ടൈറ്റ് നമ്മുടെ കൈക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞുള്ള വീഡിയോസിലൊക്കെ ബോഡി സെറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.